എല്ലാ NSGP മെമ്പേഴ്സിനും, അതുകൂടാതെ നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ അതിഥികൾക്കും NSGPയുടെ പേരിലുള്ള പ്രത്യേകമായിട്ട് എല്ലാരെയും വേദിയിലോട്ട് ക്ഷണിക്കുന്നു. കേരളം നമുക്ക് എപ്പോഴും ഓണം എന്ന് പറയുന്നത് കേരളീയരുടെ ഒരു മഹോത്സവമാണ് അല്ലെ. നമുക്ക് കേരളക്കരയുടെ പൈതൃകത്തിന്റെയും സൗഹൃദത്തിന്റെയും എപ്പോഴും ഒരു ആഘോഷമാണ് നമുക്ക് എപ്പോഴും ഓണം. അതുകൂടാതെ കുടുംബ ബന്ധങ്ങളുടെയും സ്നേഹം പങ്കുവെക്കലിന്റെയും ഒരു മാതൃകയാണ് നമുക്ക് കേരളീയരെപ്പോഴും. അതുപോലെ തന്നെ ഇത്തവണത്തെ നമ്മുടെ NSGP ഓണം എന്ന് പറയുന്നത് വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു ഓണമാണ്. അതായത് സാധാരണ ഉത്രാടത്തിന്റെ തലേന്ന്, അങ്ങ് നമുക്കൊരു പഴഞ്ചൊല്ലുണ്ട്, ഉത്രാട തലേന്ന് അച്ചിമാർക്ക് വെപ്രാളമെന്നും ഉത്രാട പാച്ചിലെന്നും ഒക്കെ പല പല പഴഞ്ചൊല്ലുകൾ ഉത്രാടത്തിനെ കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്നലെ നമ്മൾ ഇവിടെ നമ്മുടെ അടുക്കളയിൽ നടന്ന ആ ഒരു സദ്യ ഒരുക്കല്. എല്ലാവരും എല്ലാ NSGP മെമ്പേഴ്സും ആൺപെൺ ഭേദമില്ലാതെ എല്ലാവരും കൂടെയാണ് നമ്മൾ ഇന്നലെ ഇവിടെ സദ്യ ഒരുക്കിയത്. അതിലെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിൽ വിളഞ്ഞ എല്ലാ പച്ചക്കറികളും അവരവര് കൊണ്ടുവന്ന് ആണ് നമ്മൾ ഇന്നലെ സദ്യ ഒരുക്കിയത് ഇവിടെ. ആ കൂട്ടായ്മ എന്ന് പറയുന്നതാണ് നമ്മുടെ NSGPയുടെ ഏറ്റവും വലിയ ശക്തി. ആ ശക്തി ഇനിയും അടുത്ത കാലങ്ങളിലും ഇതുപോലെ ഉണ്ടാകണമെന്നാണ് നമ്മൾ ഈശ്വരനോട് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൂടാതെ ഈ സദ്യ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ ചാമ്പ്യനായിട്ട് നിന്നത് നമ്മുടെ ശ്രീജിത്താണ്. ഞങ്ങളൊരു സദ്യ ടീം ഉണ്ടായിരുന്നു. ആ ടീമുകൾ എല്ലാവരും കൂടെയാണ് എല്ലാ NSGP മെമ്പേഴ്സും ഇന്നലെ ഇവിടെ സാന്നിധ്യരായിരുന്നു. അതുകൂടാതെ ഈ വർഷം ഏറ്റവും പല വിധത്തിലുള്ള കലാപരിപാടികളെ ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന് നമ്മുടെ പ്രത്യേക പ്രശംസ അർഹിക്കുന്നു നമ്മുടെ ശരത് ശങ്കർ. പുള്ളി മലബാർ മുതല് തിരുവനന്തപുരം വരെയുള്ള എല്ലാ കലാപരിപാടികളും പല കലാരൂപങ്ങളും ചേർത്തിണക്കിക്കൊണ്ടാണ് ഇത്തവണത്തെ നമ്മുടെ ഓണ കലാപരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അന്നേരം ആ ഒരു വേദിയിലേക്ക് നമ്മുടെ NSGP ഓണത്തിന്റെ ആ ഒരു സെലിബ്രേഷന്റെ വേദിയിലേക്ക് നമ്മുടെ എല്ലാ അതിഥികളെയും എല്ലാ NSGP മെമ്പേഴ്സിനെയും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ എല്ലാവർക്കും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഹൃദയംഗമായ ഉടുപ്പുകളൊക്കെ ഇട്ടില്ലേ, പൂക്കളൊക്കെ ഒരുക്കി കഴിഞ്ഞല്ലോ. ഇനിയും തൃക്കാക്കരപ്പനെ വെച്ച് ഓണാഘോഷം തുടങ്ങാം. ആലമത്തിശി മാബലി എല്ലാം പറഞ്ഞു തരാം. കൃഷ്ണ ഗുരുവായൂരപ്പ, ആദ്യം നിലവിളക്ക് വെച്ച് ഈശ്വര പ്രാർത്ഥന നടത്താം. गणनायकाय घनदेवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय बालचन्द्राय श्रीगणेशाय धीमहि गजेशानाय बालचन्द्राय श्रीगणेशाय धीमहि
गानचतुराय गानप्राणाय गानन्तरात्मने गानोत्सुकाय गानमत्ताय गानोत्सुकमनसे गुरुष्टाय गुरुदैवताय गुरुकर्यस्त्यायने गुरुविक्रमाय गुह्यप्रवराय गुरवे गुरगुरवे गुरुदैत्यकलक्षेत्रे गुरुधर्मचदाराधाय गुरुपुत्रपरित्रात्रे गुरुपागण्डखण्डकाय गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय बालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय बालचन्द्राय श्रीगणेशाय धीमहि. ഭക്തനായ പ്രഹ്ലാദന്റെ പൗത്രനായിരുന്ന മഹാബലി ഒരു അസുര രാജാവായിരുന്നെങ്കിലും തൻ്റെ ന്യായവും പരിപാലനപരവുമായ ഭരണത്തിലൂടെ ജനങ്ങളുടെ പ്രതിനായിരുന്നു. ഈ ദേവതമാരെ ആശങ്കപ്പെടുത്തുകയും അസൂയപ്പെടുത്തുകയും ചെയ്തു. അവർ മഹാബലിയെ ഇല്ലാതാക്കാൻ മഹാവിഷ്ണുവോട് സഹായം അഭ്യർത്ഥിച്ചു. മഹാവിഷ്ണു വാമനാവതാരത്തിൽ മഹാബലിയെ സന്ദർശിച്ച് 3 പാദം ഭൂമിയിൽ ആവശ്യപ്പെട്ടു. മഹാബലി സമ്മതിച്ചു. വാനര 2 പാദങ്ങൾ ഭൂമിയുടെ മുഴുവൻ വിസ്താരവും മൂടി. മഹാബലി മനസ്സിലായി, ഈ ദാനശിഷ്യൻ സാധാരണ മനുഷ്യൻ അല്ല, വിഷ്ണുവിന്റെ അവതാരമാണ്. അദ്ദേഹത്തിന്റെ തലയിൽ 3-ാം പാദം വയ്ക്കാൻ അദ്ദേഹം സമ്മതിച്ചു. വിഷ്ണു അദ്ദേഹത്തിന്റെ ഭക്തിയോടും സമർപ്പണത്തോടും സന്തുഷ്ടനായി. നിനക്ക് ഏതാഗ്രഹമാണ് എന്നോട് ആവശ്യപ്പെടാനുള്ളത് എന്ന് ചോദിച്ചു. മഹാബലി വർഷത്തിൽ 1 ദിവസം തൻ്റെ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് വരാൻ അനുവദിക്കുകയാണെങ്കിൽ തനിക്കാകാ സന്തോഷവും എന്ന് അറിയിച്ച് തുടർന്ന് അവന് പ്രതിവർഷം ഒരു ദിവസം തൻ്റെ പ്രജകളെ സന്ദർശിക്കാൻ അനുവദിച്ചു. അതുകൊണ്ട് മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചു. നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, ദുഷ്ടരെ കൺകൊണ്ട് കാണാനില്ല, നല്ലവരല്ല പാരിൽ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. കള്ളവുമില്ല ചതിവുമില്ല, എള്ളോളമില്ല പൊളിവചനം, വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിനു തുല്യമത്രേ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. കള്ളപ്പറയും ചെറുനാഴിയും
കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. നല്ല മഴ പെയ്യും വേണ്ടും നേരം, നല്ല പോലെല്ലാ വിളവും ചേരും. മാവേലി നാടു അണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും.